കുറുക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുന്ന ചടങ്ങിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ചായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുദ്രാവാക്യ വിളികളോടെ കൂർക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചത്. അശാസ്ത്രീയമായാണ് റോഡ് കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുന്നതെന്നും കൊക്കാല റോഡ് പൊളിച്ചിട്ടിട്ട് ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലെന്നും കൌൺസിലർ ജയപ്രകാശ് പോത്തിങ്കിലും വിനേഷ് തയ്യിലും ആരോപിച്ചു. മെട്രോപൊളിറ്റൻ വരെ അശാസ്ത്രീയമായ റോഡ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതുവരെ ഇതിന്റെ യഥാർത്ഥ രീതിയിലുള്ള DPR അല്ല ഇവിടെ തയ്യാറാക്കിയത്, എസ്റ്റിമേറ്റ് അല്ല തയ്യാറാക്കിയത്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ ഇന്ന് ചെയ്തത്. ഒരു തട്ടിക്കൂട്ട് പണിയായിട്ടാണ് ഇന്ന് തുറന്നു കൊടുത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 10 കോടി എസ്റ്റിമേറ്റാണ് എടുത്തിരിക്കുന്നത്. 2.5 കോടിയുടെ 4 ഭാഗം. ഈ 2.5 കോടിയുടെ 4 ഭാഗം എന്ന് പറയുമ്പോൾ ഇതിന് ഇവിടുന്ന് പെർമിഷൻ കിട്ടും. 10 കോടിയാണെങ്കിൽ ടൗൺ കമ്മിറ്റി പെർമിഷൻ വേണം. അപ്പോൾ അതൊന്നും എടുക്കാതെ ഒരു അശാസ്ത്രീയമായിട്ട് ചാല് പോലും വരാതെയുള്ള ഈ തുറന്നു കൊടുക്കലിന്റെ നാടകം മാത്രമാണ് പ്രതിഷേധമായിട്ട് കോൺഗ്രസ് അവിടെ. അതേസമയം കോൺഗ്രസിന്റെ അഴിമതി ആരോപണം വിഷയദാരിദ്ര്യമാണെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. അഴിമതിയുണ്ടെങ്കിൽ അന്വേഷിക്കാൻ സംവിധാനങ്ങളുണ്ടെന്നും താൻ അഴിമതിക്കെതിരെയാണെന്നും മേയർ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി 10 കോടി രൂപ മുടക്കി കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ആദ്യത്തെ റോഡ് ഇത് തന്നെയാണ്. ഇതൊരു മാതൃകയാണ്. ഇത് കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നൊരു പ്രധാനപ്പെട്ട റോഡാണ് തൃശ്ശൂർക്ക്. ഇതിനെ വളരെ ഭംഗിയായി തന്നെ ഇതിനെ നിലനിർത്തും. എല്ലാ കാര്യത്തിലും പൂർത്തീകരണമുണ്ടായാലും മറുവശത്ത് പ്രതിപക്ഷത്തിന് എന്തെങ്കിലും പറയാനുണ്ടാവണ്ടേ, അപ്പോൾ അവരത് പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞങ്ങൾക്ക് ഒരു ഉത്തേജനമാണ്. എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കും. ഇന്നലെയാണ് 45 ദിവസം കഴിഞ്ഞു. ഇന്ന് നമ്മളത് തുറന്നു കൊടുക്കുമെന്ന് നമ്മൾ ഏറ്റെടുത്തത്. സംസ്ഥാന പാതയിൽ നടക്കുന്നത് പോലെയല്ല, കോർപ്പറേഷൻ സ്വന്തമായി 10 കോടി രൂപ മുടക്കി നടക്കുന്ന വലിയ ഒരു ബൃഹത് പദ്ധതിയാണ് ഈ കോൺക്രീറ്റ് റോഡ്. ഇനിയെങ്കിലും ഈ റോഡിന് ശാപമോഷണം ഉണ്ടാകണം. ഒപ്പം തന്നെ പരിസരത്തുള്ള നമുക്കറിയാം ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഉടൻ തന്നെ ഫില്ല് ചെയ്യുകയും കോൺക്രീറ്റ് ചെയ്യുകയും അതിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കാനയുടെ പണി അടിയന്തരമായി നമ്മൾ പൂർത്തീകരിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം. കോൺക്രീറ്റ് പൂർത്തിയായ ഭാഗത്തെ വശങ്ങൾ ഉടൻ ഫില്ല് ചെയ്യുമെന്നും കാനപണി അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും മേയർ പറഞ്ഞു. സംസ്ഥാന പാതകളിൽ നടക്കുന്ന പണികളല്ലാതെ കേരളത്തിൽ 10 കോടി രൂപ ചെലവഴിച്ച ഒരു കോർപ്പറേഷൻ നടത്തുന്ന ബൃഹത് പദ്ധതിയാണിത്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ റോഡാണിതെന്നും മേയർ അഭിപ്രായപ്പെട്ടു. വഴി അടഞ്ഞുകിടക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിൽ മേയർ കച്ചവടക്കാരും നാട്ടുകാരുമായി സംസാരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയാണ് താൽക്കാലികമായി റോഡ് തുറന്നു കൊടുത്തതെന്നും ചിലർക്ക് റോഡ് തുറന്നു കൊടുക്കരുതെന്ന നിലപാടാണ് ഉള്ളതെന്നും അവരാണ് അനാവശ്യമായി പ്രതിഷേധിക്കുന്നതെന്നും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി പറഞ്ഞു. 2 മാസക്കാലമായി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മേയർ വ്യാപാരികളുമായും കച്ചവടക്കാർ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് വഴി ബ്ലോക്കായി കിടക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു താൽക്കാലിക സംവിധാനത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഭാഗം തുറന്നു കൊടുക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായ ഒരു ഭാഗമാണ്. അത് ചെയ്യരുത് എന്ന് പറയണത് എന്തിനാ? അതിൻ്റെ അകത്ത് ബ്ലോക്കായി കിടക്കുക എന്ന് മറ്റേ പൂരാണ് പറഞ്ഞത്. കുറുക്കഞ്ചേരി പൂരത്തിൻ്റെ അകത്ത് കുഴപ്പമുണ്ടാക്കാൻ, വർഗീയമായ കലാപുണ്ടാക്കാൻ ആവശ്യമായ ഒരു സാധനത്തെ ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കിയത്. ബഹുമാനപ്പെട്ട മേയർ അത് ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നാട്ടുകാർ സംതൃപ്തരാണ്. TC വിനോസ്, തൃശൂർ.